നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. രണ്ട് വിവാദ നിയമങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്. ഒന്ന് പൗരത്വ ഭേദഗതി, മറ്റൊന്ന് പൊതുവ്യക്തി നിയമം. പൗരത്വ ഭേദഗതി 7 ദിവസത്തിനകം നടപ്പിലാക്കുമെന്ന് കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം വലിയ തോതിൽ ചർച്ചയായിരിക്കുകയാണ്. തൊട്ടുപുറകെ പൊതുവ്യക്തി നിയമവും വരുന്നു എന്ന സൂചനയും നൽകുകയാണ് BJP നേതാക്കൾ. ഈ നിയമങ്ങൾ തെരഞ്ഞെടുപ്പിന് മുന്നേ നടപ്പിലാകുമോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ ചാത്തന്നൂരിൽ നിന്ന് ശ്രീ രാധാകൃഷ്ണനാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? 7 ദിവസത്തിനകം പൗരത്വ ഭേദഗതി നടപ്പിലാക്കും എന്നാണ് കേന്ദ്രമന്ത്രി ശാന്തനു താക്കൂറിൻ്റെ പ്രഖ്യാപനം. ഇത് നടപ്പിലാകും എന്ന് തോന്നുന്നുണ്ടോ? BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അവർക്ക് നിശ്ചിത ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കുവാനുള്ള ഭൂരിപക്ഷം അവർക്കുണ്ട്. കാശ്മീരിന്റെ പ്രത്യേക ഭരണ ഘടനയിൽ ഭേദഗതി വരുത്തിയതുപോലെ ഇതുമെല്ലാം തന്നെ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അവരത് നടപ്പാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നമ്മളിത് ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങുകയാണ്. ഒന്നിനു പുറകെ മറ്റൊന്നായി പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ട് ജനാധിപത്യ സംവിധാനത്തെ ജനങ്ങളെ കൂച്ചുവിലങ്ങിടങ്ങുന്ന സംവിധാനമാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ നിയമം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൂരിപക്ഷമുള്ളതുകൊണ്ട് നടപ്പാക്കിയേക്കാം. പക്ഷെ ഇതിനെതിരെ ബദൽ സംവിധാനം നമ്മുടെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം, ജനാധിപത്യത്തിന്റെ ആ മാതൃകാപരമായ ഉദാത്തമായിട്ടുള്ള അന്തസത്ത ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്നതിനായി ഈ സംവിധാനത്തിന് മാറ്റം ഉണ്ടായെങ്കിലേ സാധിക്കൂ. വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. മഞ്ചേരിയിൽ നിന്ന് ശ്രീ മുഹമ്മദ് ചേരുന്നു. ശ്രീ മുഹമ്മദിന് എന്ത് തോന്നുന്നു? കൂടുതൽ വിവാദങ്ങളിലേക്ക് വഴിവെക്കുമോ ഈ നിയമങ്ങൾ? നമസ്കാരം സാറേ. നമസ്കാരം. പിന്നെ ഇപ്പോ ശാന്തനു മന്ത്രി പറഞ്ഞു 7 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ നടപ്പാക്കണം എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു മന്ത്രിയും പറഞ്ഞു 7 ദിവസത്തിനകം നടപ്പാക്കണമെന്ന്. അതോടുകൂടി അമിത്ഷായും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരിപ്പോ നേരത്തെ പറഞ്ഞ മാതിരി അവർക്ക് ഭൂരിപക്ഷം ശരിക്ക് അവർക്ക് നടപ്പാക്കുന്നുള്ള തോന്നുന്നത്. ഇതാണെന്നുണ്ടെങ്കിൽ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ദാസൻ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ദാസന് എന്ത് തോന്നുന്നു? കൂടുതൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് രാജ്യം നീങ്ങുമോ, അതോ ഇത് എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നാണോ? പ്രതിഷേധിക്കാൻ പാടില്ലാണ്ടായില്ലേ? ആരാ പ്രതിഷേധിക്കണ്ടേ? ഇതിപ്പോ ഇവര് തീരുമാനിക്കുന്ന പോലെ തന്നെ നടക്കും. കാരണം അവർക്ക് ന്യായസഭയിലും പാർലമെന്റിലും ഭൂരിപക്ഷമുണ്ട്. ഇപ്പൊ എതിർക്കാൻ ആരുമില്ല. ഇവിടെ കുറച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവും. പിന്നെ ഇടത് വർഷക്കാർ ഉണ്ടായിട്ടും ഇല്ലായിട്ട് നടക്കാം. ശക്തമായ പ്രതിപക്ഷം നമ്മുടെ നാട്ടിൽ അനിവാര്യമാണ്. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം കുറച്ചുകൂടെ ഭീകരതയായിരിക്കും ഈ ഭരണത്തിന്റെ, ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണവും. ഇപ്പൊ ഈ കാണുന്നല്ല, ഇനിയും വളരെ ഗൗരവമായ പല പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും ജനങ്ങളെ ഒരു പ്രതിപക്ഷം ശക്തമായി ചിലയിടത്തോളം കാലം ഇതിങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇവർ തമ്മിലല്ലാതെ ഒറ്റക്കെട്ടായി നിന്നാൽ ഇതിനൊക്കെ തടുക്കാൻ പറ്റും. പക്ഷേ പ്രയാസമാണ് ഇവരെ ഈ കളി കാണുന്നത്. ഇവർ തമ്മിലടിക്കൊല്ലേ ചെയ്യുന്നത്. എന്താ ചെയ്യാ? യെസ്, വ്യക്തമാണ്. ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ വടകരയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബാലകൃഷ്ണന് എന്ത് തോന്നുന്നു? ഇത് പൗരത്വ ഭേദഗതി നേരത്തെ തന്നെ പാസാക്കിയതാണ്. അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്ന് കരുതേണ്ടതുണ്ടോ ശ്രീ ബാലകൃഷ്ണൻ? നമസ്കാരം സാർ. നമസ്കാരം. ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ നടപ്പാക്കാൻ മുന്നിട്ടിറങ്ങിയേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പിട്ട പൗരത്വ ഭേദഗതി ഇവിടെ നടപ്പാക്കൂല എന്ന് ഇവിടെ പ്രസംഗിച്ചത് സാറിന്റെ ശ്രദ്ധയിലും കൂടി പെട്ടിട്ടുണ്ടാവില്ലേ? അത് അതിലൊക്കെ കാര്യമുണ്ടോ? കാരണം അത് ഒരു കേന്ദ്രമല്ലേ ഈ ആളുകൾക്ക് പൗരത്വം കൊടുക്കുന്നത്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനാക്കിയാൽ പ്രശ്നം പരിഹരിച്ചില്ലേ? അല്ല, അങ്ങനെയല്ല. ഒരു മുഖ്യമന്ത്രിയാണ് പൊതുജനത്തിനോട് പറയുന്നത് ഇവിടെ നടപ്പാക്കില്ല എന്ന്. അത് രാഷ്ട്രപതി ഒപ്പിട്ട് പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം ഒരു കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഇവിടെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ ഫെഡറൽ സംവിധാനത്തിന് അതിന് വകുപ്പുകളില്ലേ സാർ? അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ പറയുന്ന അങ്ങനത്തെ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരുപക്ഷെ നടപ്പാക്കിയിരിക്കാം. പിന്നെ ജനാധിപത്യ ധ്വംസനമൊന്നും ഇവരെ ആരും സംസാരിക്കണ്ട. ജനാധിപത്യമൊന്നും സംഘപരിവാർ പ്രസ്ഥാനത്തിനൊന്നും ആരും പഠിപ്പിക്കണ്ട. രാജ്യത്ത് ഇപ്പം തന്നെ ഇന്നലെ കണ്ടില്ലേ, ഭീകരവാദ ഒരു സന്ധിയുമില്ല ഭീകരവാദത്തിന്. ഉറച്ച പ്രഖ്യാപന. അതിനെതിരെ ആര് പ്രതികരിച്ചാലും അതിനെ ധിക്കാരപരമായി എതിർക്കും.
അതാണ് സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയം. പിന്നെ ജനാധിപത്യ ധ്വംസനമൊന്നുമില്ല, കൂടുതൽ ജനാധിപത്യത്തിലേക്ക് പോവുകയാണ്. മതേതരത്വം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മതേതരത്വം കാണിക്കുമ്പോഴാണ്. മതേതരത്വം എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു വിഭാഗത്തിന് പ്രത്യേക ആനുകൂല്യം കൊടുക്കുന്നതല്ല മതേതരത്വം. അത് കേരളത്തിൽ നടക്കുന്ന, ഞാൻ മുമ്പും ചോദിച്ചിട്ടുണ്ട്, എന്തിനാ സാർ പല മതത്തിന്റെ പേരിൽ സ്കൂളുകൾ? കേരളം മതനിരപേക്ഷ സംസ്ഥാനമാണെന്ന് പറയുന്നത്. എന്തിനാ സാർ പല മതവിഭാഗത്തിന്റെ പേരിൽ സ്കൂളുകൾ? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നതന്നെ അവർക്ക് സാറേ ഞാൻ ചോദിക്കുന്നത് ശ്രദ്ധിക്കുക സാർ, ഒരു സെക്കൻഡ്. മതനിരപേക്ഷത ഇവർ സ്റ്റേജിൽ കയറിയാൽ അനുദിനം പ്രസംഗിക്കുന്നതാണ്. അല്ല, നമ്മുടെ ശ്രീ ബാലകൃഷ്ണൻ, നമ്മുടെ ഇന്ത്യയുടെ മതനിരപേക്ഷത എന്നാൽ യൂറോപ്പിന്റെ മതനിരപേക്ഷതയല്ല. അത് ഒരു മതത്തിൽ എല്ലാ മതത്തിൽ നിന്നും മാറി നിന്നുകൊണ്ടല്ല, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട്. അതാണ് നമ്മുടെ മതനിരപേക്ഷത. ഇത് എത്രയോ തവണ സെക്കുലർ എന്താണ്, ഇന്ത്യൻ സെക്കുലറിസം എന്താണെന്ന് നമ്മുടെ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളതല്ലേ? അപ്പോൾ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായ അവകാശങ്ങൾ ഭരണഘടന അനുവദിച്ചു കൊടുത്തിട്ടുള്ളതല്ലേ? അവകാശങ്ങൾ എല്ലാവർക്കും. സ്കൂളാണെങ്കിൽ വിദ്യാർത്ഥികൾ പഠിക്കാൻ സ്കൂളാ വേണ്ടു. അതിന് പ്രത്യേകത ഒന്നും വേണ്ട, അത് ഒരു വിഭാഗത്തിലും വേണ്ട. അത് ഇതൊക്കെ കേരളം മതനിരപേക്ഷ എന്ന് പറയുന്ന തരത്തിലാണ് ഓരോ വിഭാഗത്തിന്റെ പേരിൽ സ്കൂളുകൾ. അത് തന്നെ പരിശോധിച്ചാൽ മതി ഇവിടുത്തെ മതനിരപേക്ഷത ഇവിടെ കണക്കുന്നത്. അപ്പോ പിന്നെ ഭരണഘടനാ ലംഘനത്തെ പറ്റിയൊന്നും അങ്ങനെ പറയണ്ട. ഗവർണർ തടിയാൻ ഭരണഘടന ലംഘിച്ചിട്ടല്ല തടയുന്നത്. അപ്പം ഭരണഘടനാ ലംഘനം നടത്തുന്ന ആരാന്നുള്ളത് അത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം. ശരി, വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നുകൊണ്ടാണ്. വിപിൻ എന്നൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. രതീഷാണ്. രതീഷ്, തൃശ്ശൂരിൽ എവിടെ നിന്നാണ് രതീഷെ വിളിക്കുന്നത്? തൃശ്ശൂര് ചേറൂരിനാണ് സാറേ. ചേർക്കുന്നു. യെസ്, കോളേജിന്റെ അടുത്താണ്. ശരി. ശ്രീ രതീഷിന് എന്ത് തോന്നുന്നു? ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു നീക്കമായാണോ കണക്കാക്കേണ്ടത്, അതോ ഇത് സ്വാഭാവികമായി തീർച്ചയായും കേന്ദ്രത്തിന് ഇത് പറഞ്ഞപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്നാണല്ലോ ഇപ്പൊ സംസാരിക്കുന്നത്. ഈ തൃശ്ശൂർ ഇപ്പൊ കുറച്ചു മുൻപ് നമ്മുടെ സുരേഷ് ഗോപി സാർ ഇത് ഇപ്പൊ പറഞ്ഞ ഒരു അലക്കലക്കിട്ട് പോയുള്ളൂ. കാരണം ആളുടെ ഇപ്പൊ തനിനിറം പുറത്തേക്ക് വന്നാണ്. ഇത് ഈ പരിപാടി ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഇവരെന്തുവാ ഉദ്ദേശിക്കുന്നത് ശരിക്കും? ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു സഹോദരൻ സംസാരിക്കുന്നത് കേട്ടു, മതേതരത്വം. ഇവർക്ക് ഈ സാധനത്തെ കുറിച്ച് എന്താണെന്നുള്ള പല വെളിവുണ്ട് അവർക്ക്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇപ്പോഴും തമ്മിൽ തല്ലാതെ കൊണ്ട് നിലനിന്ന് പോകുന്നത്. ഇപ്പോഴും ശരി, ഇപ്പൊ ഒരു ബി.ജെ.പി. പ്രവർത്തനം കൊന്നതിന്റെ ഇപ്പൊ വിധി വന്നിരിക്കുന്നു. ഇതൊക്കെ ഈ നാട്ടിലായതുകൊണ്ടല്ലേ. വേറൊരു നാട്ടിലാണെങ്കിൽ നടക്കൂ. അവരൊക്കെ എപ്പോഴും വെട്ടിക്കൊന്നുണ്ടാവും, അല്ല അങ്ങനെ കൊലയ്ക്ക് പകരം കൊലയല്ലല്ലോ നമ്മളൊരു നമ്മുടെ നാട്ടില് നിയമം നടപ്പാവുന്നുണ്ട് സാറേ. അതുകൊണ്ട് ഇങ്ങനെ മറ്റുള്ള പക്ഷേ യു.പിയിലോ മറ്റു ഗുജറാത്തിലാണെങ്കിൽ ഇതായിരിക്കും സംഭവിക്കുക. അവർ വീടിടിച്ച് നടത്തിയിട്ടുണ്ടാവും, പെട്രോൾ വെച്ച് കത്തിച്ചിട്ടുണ്ടാവും. നിയമവാഴ്ച നടപ്പിലാകട്ടെ എന്നാണ് എന്റെ നിലപാട്. ഏതായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, കൊട്ടാരക്കരയിൽ നിന്ന് കുമാർ. കുമാറിന് എന്ത് തോന്നുന്നു? തെരഞ്ഞെടുപ്പിന് മുന്നേ രാജ്യത്തൊരു പ്രതിഷേധം വരുമെന്ന് തോന്നുന്നുണ്ടോ? കുമാറിന്റെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരവണൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരവണൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ശ്രീ ശരവണൻ കേൾക്കാമോ? കേൾക്കാം. ശ്രീ ശരവണൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചവറയിൽ നിന്നാണ് വിളിക്കുന്നത്, കൊല്ലം. ശ്രീ ശരവണന് എന്ത് തോന്നുന്നു? അങ്ങയുടെ ഈ ക്യാപ്ഷനും ഈ ആൾക്കാർ പറഞ്ഞതിനോട് എനിക്കൊരു ചെറിയ ഒരു അറിവില്ലായ്മയുണ്ട്. ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, എന്താണ് പൗരത്വ ഭേദഗതി ബില്ല്? പൗരത്വ ഭേദഗതി ഭാരതത്തിലെ ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങളോ ക്രിസ്ത്യൻ സഹോദരങ്ങളോ ഭാരതം വിട്ട് പോകണമെന്ന് ഈ നിയമം പറയുന്നുണ്ടോ? പക്ഷെ ഭാരതത്തിലേക്ക് കുടിയേറി പാർക്കുന്ന, അതും ഭാരതത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭീകരവാദത്തിന് വേണ്ടി കുടിയേറുന്നവരെ ഒഴിവാക്കുന്നു എന്നാണ് എന്റെ അറിവ്. അതിനകത്ത് എന്താണ് തെറ്റ്? അല്ല, കുടിയേറി പാർക്കുന്നവരെ ഒഴിവാക്കല്ല. അതായത് മതപരമായ പ്രശ്നങ്ങൾ നേരിടുന്ന നമ്മുടെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകാൻ ഉള്ള ചില ഇളവുകളാണ് ഇതുവഴി നൽകുന്നത്. അല്ല, ഇളവുകൾ പറഞ്ഞല്ലോ. ഇത്ര വർഷത്തിന് മുമ്പ് ഇവിടെ വന്ന് പാർത്തവര് ജീവിച്ചവർ, പാഴ്ചയായാലും മുസ്ലിം ആയാലും പിന്നെ ഇത് ബുദ്ധിസ്റ്റ് ആയാലും ശരി, ആരായാലും ശരി, അത് ഹിന്ദുസ് ആയാലും ശരി, ഭാരതത്തിൽ നിന്ന് വെളിയിൽ നിന്ന് വരുന്ന ഹിന്ദുസ് ആയാലും ശരി, ഇത്ര വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തിട്ടുള്ളവർക്ക് ആർക്കും ഒരു വിഷയമില്ല. ഈ ഭാരതത്തിൽ ജനിച്ചു വളർന്ന ഒരു പാഴ്സിക്കോ ഒരു മുസ്ലിമിനോ ഒരു ക്രിസ്ത്യനോ ഒരു ബുദ്ധിസ്റ്റിനോ ഒരു വിഷയവും ഇല്ല. ഇത് ഈ നാട്ടിലെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ എത്ര ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്? ബംഗ്ലാദേശുകാരല്ലാത്ത, പാകിസ്ഥാനി അല്ലാത്ത, അഫ്ഗാനിസ്ഥാൻ അല്ലാത്ത, മറ്റ് രാജ്യക്കാരല്ലാത്ത ഭാരതത്തിൽ ജനിച്ച പാഴ്സി, പിന്നെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധിസ്റ്റ്, അവർക്ക് അവരുടേതായ പൗരാവകാശം കൊടുക്കുന്നതിന് എന്താണ് സാർ തെറ്റ്?
അല്ല ശ്രീ കുമാർ, അതിലാകെ തർക്കം വന്നത്, എനിക്കതിൽ പ്രത്യേകിച്ചൊരു നിലപാടില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് തർക്കം വന്ന വിഷയം അതല്ല. അതിൽ മറ്റ് മതവിഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഇളവ് കൊടുക്കുമ്പോൾ ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്നു. അവർക്ക് കൂടി ആ ഇളവ് പ്രഖ്യാപിക്കാമായിരുന്നു എന്നതിനെ ചൊല്ലിയാണ് തർക്കം എന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ല, അങ്ങ് സത്യസന്ധമായിട്ട് പത്രസ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്, ഒരു ലേഖകനാണ്. അങ്ങനെ ഞാൻ ചോദിക്കുന്നത് ആ നിയമത്തിനകത്ത് ഏത് പിന്നെ കാറ്റഗറിയാണ് മാറ്റി നിർത്തുന്നത്? ഇത്ര വർഷത്തിനുള്ളിൽ ഇവിടെ അല്ല, അങ്ങനെയല്ല, അതിൽ മുസ്ലിങ്ങളെ മാറ്റി നിർത്തുന്നു, അത്രയേ ഇല്ല. ഉള്ളൂ. ബംഗ്ലാദേശ് മുസ്ലിങ്ങൾ 14 വർഷം മുമ്പാണെങ്കിൽ പാകിസ്ഥാനി അല്ല, അങ്ങനെ അതല്ലെന്നേ. അതായത് ഈ ഇളവ് കൊടുക്കുന്നതിൽ ഒരു വിഭാഗത്തിന് മാത്രം ഇളവില്ല എന്നതാണ്. എല്ലാവർക്കും ഇന്ത്യയിൽ 11.5 വർഷം കഴിയുമ്പോൾ പൗരത്വത്തിന് അപേക്ഷിക്കാം, അതിൽ തെറ്റില്ല. ഞാൻ അറിവില്ലായ്മ കൊണ്ട് പറയുകയാണ്, എന്നോട് ക്ഷമിക്കണം എന്റെ അറിവില്ലായ്മയാണെങ്കിൽ. ഇന്ന് ആലപ്പുഴക്കാരൻ പിന്നെ ശ്രീനിവാസനെ കൊന്ന അല്ല, അതിപ്പോ ആ തർക്കവും കഴിഞ്ഞിപ്പോ നിങ്ങൾ ഈ തർക്കത്തിലെ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് തർക്കിക്കാം. അങ്ങ് ബുദ്ധിമുട്ടില്ലേ? എന്തുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ഭാരതത്തിന് വേണ്ട, കേരളത്തിന് വേണ്ട എന്ന് പറയാൻ ആർജവുമില്ല? അല്ല, അത് എനിക്കിപ്പോൾ അതിൽ ആളുകളെ വേണം എന്ന് പറയാനുള്ള അധികാരം എനിക്കില്ല. ഞാൻ പറയുന്നത് ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവിധ ആളുകളും ഈ കൊലക്കെതിരെയൊക്കെ ഒരു നിലപാട്. അല്ല കുമാർ, ഒരു കാര്യം അങ്ങോട്ട് കൂടി കേൾക്കോ. അല്ല, എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, ഞാൻ പറയട്ടെ, അതിന് എന്നെ കൂടി പറയാൻ അനുവദിക്കൂ. എല്ലാ ആളുകളും, എല്ലാ വിഭാഗത്തിൽപ്പെട്ട, രാഷ്ട്രീയമായിക്കോട്ടെ, മതമായിക്കോട്ടെ, മറ്റെന്തോ ആയിക്കോട്ടെ, കൊലപാതകം നടത്തുന്നതിന് എതിരായ നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അങ്ങോട്ട് കൊല്ലുമ്പോൾ അത് ഞങ്ങളതിൽ അപലപിക്കുന്നു എന്നൊരു ഒറ്റ വാക്കുകൊണ്ട് ഒതുക്കുകയും ഇങ്ങോട്ട് കൊല്ലുമ്പോൾ അത് വലിയ കാര്യമായി പറയുകയും ചെയ്യുന്ന നടപടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മതപ്രസ്ഥാനങ്ങളും എടുക്കുന്നു. അവിടെയാണ് എനിക്ക് വിയോജിപ്പ്. എല്ലാവരും കൊല്ലാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ എങ്ങുമില്ല. അങ്ങനെ പൗരത്വ ഭേദഗതി അല്ല, അപ്പൊ ഇപ്പൊ അങ്ങ് പൗരത്വ ഭേദഗതിയിലേക്ക് നമ്മളിപ്പോ കൊലപാതകത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. പൗരത്വ ഭേദഗതിയിൽ ഇത്രയേ ഉള്ളൂ, അതിൽ വേറെ തർക്കമൊന്നും എനിക്കില്ല. ശ്രീനിവാസൻ ചാകാൻ കാരണം ഭീകരവാദികളാണ്. ഭീകരവാദികൾ ക്ലാസ് കൊടുക്കുന്നത് ബംഗ്ലാദേശികളോ പാകിസ്ഥാനികളോ അഫ്ഗാൻകാരാണ്. അവരെ നമുക്കിവിടെ വേണ്ട എന്ന് പറയാൻ എന്താ തെറ്റ്? അല്ല, അവരെ വേണ്ടെന്ന് ഇതിൽ ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടോ? തീവ്രവാദികളെ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ആരെങ്കിലും എതിരഭിപ്രായമുണ്ടോ? തീവ്രവാദികളുടെ പൗരത്വം കൊടുക്കുന്ന എനിക്ക് തോന്നുന്നു താങ്കൾ ഒന്നുകൂടി വായിച്ചു പഠിക്കണം. തീവ്രവാദികൾക്ക് പൗരത്വം കൊടുക്കുന്നതിനെ സംബന്ധിച്ചല്ല ഈ ബില്ല്. ഇത് മതപീഡനങ്ങൾ നേരിടുന്ന ആളുകൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അവർ തീവ്രവാദത്തിന് ഇരയായി വരുന്നവർക്ക് സംരക്ഷണം കൊടുക്കുന്നതിനാണ്. ഇതിൽ ചിരിക്കാൻ എന്താ ഉള്ളത്? എനിക്കിത് വളരെ ഗൗരവമുള്ള വിഷയമായിട്ടാണ് തോന്നുന്നത്. അങ്ങ് പറഞ്ഞ സത്യമല്ലേ? അങ്ങ് പറഞ്ഞ സത്യത്തിനകത്താണ് ഞാൻ പറയുന്നത്. അങ്ങ് പറഞ്ഞ സത്യത്തിനകത്താണ്. ആലപ്പുഴയിൽ ശ്രീനിവാസനെ കൊന്നവരാരെങ്കിലും ഭീകരവാദികളാണോ? നമ്മുടെ നാട്ടുകാരല്ലേ, നമ്മുടെ സ്വന്തക്കാരല്ലേ, നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരിലായിരുന്നു പണ്ട്. ഹിന്ദുവാണ്, ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരിലായിരുന്നു. മതം മാറിയതിന്റെ പേരിലെല്ലാം ഈ കൊലപാതകം നടത്തുന്നതിൽ ഞാനതിൽ ഹിന്ദു മുസ്ലിം ഒന്നും നോക്കുന്നില്ല. കൊല തെറ്റാണ്. അത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല്ലുന്നത് തെറ്റാണ്. അത് ഹിന്ദു മുസ്ലിമിനെ കൊന്നാലും മുസ്ലിം ഹിന്ദുവിനെ കൊന്നാലും ഒക്കെ അത് ഇന്ത്യൻ പൗരന് മേൽ മറ്റൊരു ഇന്ത്യൻ പൗരന് മേൽ നടത്തുന്ന ഒരു അതിക്രമമായിട്ടേ കണക്കാക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ അത് ഞാൻ കുറ്റവാളികളുടെ മതമൊന്നും ഞാൻ അന്വേഷിക്കാറില്ല. കുറ്റവാളികൾക്ക് ഒരു മതമേ ഉള്ളൂ, അത് ഈ നാട്ടിൽ നിന്ന് പുറത്താക്കേണ്ടതാണ് അവരുടെ രീതി. അങ്ങ് പറഞ്ഞ സത്യമല്ലേ? ആ യാഥാർത്ഥ്യമാണ് പൗരത്വ ഭേദഗതിയില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് കുടിയേറി അങ്ങ് ഇതെല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കുന്നതുകൊണ്ടാണ് അങ്ങേക്ക് ഇത് മനസ്സിലാകാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും വളരെ നന്ദി പ്രതികരിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. ശ്രീ രാജൻ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജൻ, വലിയ പ്രതിഷേധങ്ങൾക്കാണോ നാട് വഴിവെക്കുന്നത്? സാറേ, ഇതൊരു 1950-കളിലൊക്കെ കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടാക്കിയ പാർട്ടി ചെയ്യേണ്ട സംഗതികളാണ്. ഇത് വെച്ച് താമസിച്ച് നീട്ടി ഇപ്പോഴെങ്കിലും ഇതെടുത്തത് നന്നായി. ഈ ഹിന്ദുക്കൾക്ക് പോകാനും സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യാനും ഇന്ത്യ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് 59 രാജ്യങ്ങൾ കിടപ്പുണ്ട്. അവര് എടുക്കട്ടെ. സൗദി അറേബ്യയൊക്കെ സിറ്റിസൺഷിപ്പ് വാരി വെച്ചിരിക്കുക ഇന്ത്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടി. അങ്ങോട്ട് ചെല്ലട്ടെ. എന്തിനാ ഇങ്ങോട്ട് കയറി വരുന്നേ? ബോംബെയിലൊക്കെ 10 ലക്ഷത്തിൽ കൂടുതൽ ബംഗ്ലാദേശികളുണ്ട്. അവരെ ഓടിക്കാൻ വേണ്ടി ബാൽ ഠാക്കറെ നോക്കി. പക്ഷെ ഇവിടെ നല്ല നിയമം ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നത്. ഇപ്പൊ ഈ നിയമം പാസ്സായതിനു ശേഷം അത് നടക്കും. അതുപോലെ തന്നെ UCC, ഒരു രാജ്യം ഒരു നിയമം. ഏത് സമുദായം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഒരു നിയമം മാത്രം മതി ഇവിടെ. അല്ലാതെ എനിക്ക് താടി എന്തോന്നുണ്ട്, എനിക്ക് വേറൊരു നിയമം, ലോഹയിട്ട എനിക്ക് വേറൊരു നിയമം, പൂണിലിട്ട എനിക്ക് വേറൊരു നിയമം, അത് നടക്കത്തില്ല. ഇനി ഇത് നടക്കാൻ പോകുന്നില്ല. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് പെട്ടെന്ന് നടപ്പാക്കേണ്ട സംഗതിയാണ്. ഇത്രയും നാളും വെച്ച് താമസിച്ചതിന് കോൺഗ്രസ്സുകാർക്ക് ശരിക്കും ശിക്ഷ കൊടുക്കണം. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്, മുരളീധരൻ. ശ്രീ മുരളീധരൻ, തിരുവനന്തപുരത്ത് നിന്നാണോ വിളിക്കുന്നത്?
ഹലോ, ആ കേൾക്കാമോ? കേൾക്കാം. ആ, എനിക്ക് പറയാനുള്ള ഈ പൗരത്വ നിയമ ഭേദഗതി ബില്ല് രാഷ്ട്രപതിയൊക്കെ പാസ്സാക്കിയത് ശരിയല്ല. നമ്മള് ഈ കർഷക സമരവുമായിട്ട് ബന്ധപ്പെട്ട് കർഷകർക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ വെട്ടിക്കുറച്ചുകൊണ്ട് ഒരു ബില്ല് രാഷ്ട്രപതി പാസ്സാക്കി, അത് ഇന്ത്യയിൽ നടപ്പാക്കിയ അതേമാതിരിയാണ് പൗരത്വ നിയമ ഭേദഗതി ബില്ല് നടപ്പാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വരും. കാരണം എന്ന് പറഞ്ഞാൽ തൊട്ട അയൽവക്കത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് ഓരോരുത്തർ കുടിയേറി ഇവിടെ പാർക്കുന്നുണ്ട്. ക്ഷാമവും മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ട്. അത് പറയട്ടെ, മതത്തിന്റെ ആക്രമണം തന്നെ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. പക്ഷെ അതിന് ഹിന്ദുക്കളെ മാത്രം ഇവിടെ പൗരത്വം കൊടുത്തിട്ട് ബാക്കിയുള്ളവരെ പുറത്താക്കണം എന്ന് പറഞ്ഞാൽ അത് എന്ത് നീതിയാണ്? മതപരമായ ആക്രമണം ഹിന്ദുക്കളെ മാത്രമല്ലെന്നേ, ഹിന്ദുക്കൾ, സിഖുകാർ, ബുദ്ധമതർ, ജൈനർ, പാർസികൾ. അല്ല, അങ്ങ് പൗരത്വ നിയമം വായിക്കാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞുതരാം. 1955 പൗരഗതി ഭേദഗതി ചെയ്തുകൊണ്ട് ഹിന്ദുക്കൾ, സിഖുകാർ, ബുദ്ധമതക്കാർ, ജൈനികൾ, പാർസികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ, അങ്ങനെ അവർക്കെല്ലാം പൗരത്വത്തിന് അവകാശമുണ്ട്. അങ്ങനെയാണ്, അതിൽ ഇളവുണ്ട്. അപ്പൊ ഇപ്പൊ ഇത് ആരെ ഉദ്ദേശിച്ചാണ്? ഒരു വിഭാഗം മതക്കാരെ ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ താമസിച്ചിരുന്നവരെ പൂർവികര ഓരോ കാര്യങ്ങളും എടുത്ത് തികഞ്ഞ് പരിശോധിക്കുന്ന ഒരു ഏർപ്പാടാണ്. അത് കേരളത്തിൽ എന്തായിരുന്നാലും നടപ്പാക്കില്ല. ഏത് നിയമം വന്നിരുന്നാലും ആര് ഒപ്പിട്ടിരുന്നാലും കേരളത്തിൽ നടപ്പാക്കിയെങ്കിലല്ലേ നടക്കൂ. അല്ല, കേരളത്തിൽ നടപ്പിലാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, എന്റെ അറിവ് വെച്ച്. കാരണം അല്ലെന്നേ, ഇത് പൗരത്വത്തിന് അപേക്ഷിക്കുന്നത് വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത ഒരാളാണല്ലോ. അദ്ദേഹം 5.5 വർഷം അതേന്നെ എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറയുകയാണ്. മലപ്പുറത്ത് നിന്നും ഇത് പാകിസ്ഥാനിൽ പോയ ഒരു കക്ഷി അവിടെ വർഷങ്ങളോ അവിടെ കുറച്ച് ദിവസം താമസിച്ച് അങ്ങേര് ഇവിടെ വന്ന്, പക്ഷെ ഇവിടെ രേഖ ഇല്ല, പുതിയ രേഖ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പുള്ള 10-90 വയസ്സായ ആളിനൊക്കെ രേഖ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ഏർപ്പാടാണ്? അല്ല, അങ്ങനെ ഒട്ടനവധി, അതെ, അത് ഈ പാർട്ടീഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ നമ്മുടെ നാട്ടിൽ അവിടെ, അതായത് പാകിസ്ഥാനികൾ നിന്നിലേക്ക് പോയി തൊഴിലൊക്കെ അന്വേഷിച്ച് പോവുകയും ആ സമയത്ത് പാർട്ടീഷൻ നടക്കുകയും അങ്ങനെ പിന്നെ അവർക്ക് അവിടുന്ന് അവരെന്താ ചെയ്തത്, അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഞാനത് കുറച്ച് ഇതിനൊന്നും സമയമില്ല. അവരവിടെ ചെയ്തത് എന്താന്ന് വെച്ചാൽ അല്ലാതെ ചർച്ചയല്ല, അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളത് അല്ല, കൃത്യമായി തന്നെ മറുപടി പറഞ്ഞുതരാം. അതിൽ എന്താ സംഭവിച്ചത്? ആടിനൊന്നും പട്ടിയാക്കാനൊന്നും ആർക്കും പറ്റില്ല. അത് വളരെ സിമ്പിൾ ആണ്, ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവർ സിമ്പിൾ ആണ്. അതായത് ഇവർക്ക് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഇവിടെ നിന്ന് ജോലി അന്വേഷിച്ചും മറ്റു കാര്യങ്ങൾക്കുമായി കറാച്ചിയിലേക്കൊക്കെ പോയി. ആ ഘട്ടത്തിലാണ് വിഭജനം നടന്നത്. വിഭജനം നടന്നപ്പോൾ അവർക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല. തിരിച്ചു വരാനായി പിന്നെ അവരെന്ത് ചെയ്തു? അവരൊരു പാകിസ്ഥാൻ പാസ്പോർട്ട് ഉണ്ടാക്കി. അവിടെയാണ് ആ പ്രശ്നങ്ങൾ, അതാണ് ഈ സാങ്കേതികമായ പ്രശ്നങ്ങൾ വന്നത്. അപ്പോൾ പാകിസ്ഥാൻ പാസ്പോർട്ട് ഉണ്ടാകുമ്പോൾ അവർ പാകിസ്ഥാനികളായി. അവിടെയാണ് കുഴപ്പം. കൃത്യമായിട്ട് സർക്കാർ, കേന്ദ്ര സർക്കാർ, നമുക്കൊക്കെ ഇതില് ശ്രീ മുരളീധരൻ, നമുക്കിത് അറിയാവുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊക്കെ അറിയാം അവർ നമ്മുടെ ആളുകളാണെന്ന്, ഇവിടെയുള്ള ആളാണ്. പക്ഷെ നിയമപരമായി അതൊരു കടലാസിൽ വരുമ്പോൾ അത് അവർ പാകിസ്ഥാൻ പാസ്പോർട്ട് ഉള്ളവരാകുമ്പോൾ പാകിസ്ഥാനികളായി മാറി. അതാണ് അവർക്ക് പറ്റിയ പ്രശ്നം. അതിനൊരു പരിഹാരം വേണ്ടതാണ്. ആരെല്ലാം പാസ്പോർട്ട് കൈവശം വെക്കുന്നത് ഇവിടുത്തെ അങ്ങനെയൊന്നും പറ്റില്ല, ഒന്നും നടക്കില്ല. പാകിസ്ഥാൻ വേറെ രാജ്യത്തിന്റെ പാസ്പോർട്ട് കൈവശം വെക്കുന്ന ആൾ വേറെ രാജ്യക്കാരനായ തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത്. അതിൽ ഇനി ആരെല്ലാം വെക്കുന്നതെന്ന് പറഞ്ഞാൽ, അങ്ങനെ ആര് വെച്ചെങ്കിലും നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങനെ അറിയുമെങ്കിൽ പോലീസിൽ അവരെ പറ്റിയുള്ള വിവരങ്ങൾ നൽകേണ്ടതാണ്. ഏത് പോലീസിൽ നൽകിയിരുന്നാലും ശരി തന്നെ, ഈ നിയമം എന്തായിരുന്നാലും അശാസ്ത്രീയമായ നിയമമാണ്. അത് കേരളത്തില്, ഇന്ത്യയിൽ എന്തായിരുന്നാലും അത് നടപ്പാക്കുന്നത് വളരെ സൂക്ഷിച്ച് നടപ്പാക്കിയില്ലെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അതിന് യാതൊരു സംശയമില്ല. അത് വ്യക്തമാണ്. വിനോദ് എന്നൊരു പ്രേക്ഷകൻ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീ വിനോദ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? തിരുവനന്തപുരത്ത്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. അഖണ്ഡ ഭാരതവും ഈ ദേശീയ ഐക്യമൊക്കെ സ്വപ്നം കാണുന്ന RSS BJP-ക്കാർക്ക് എങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ പൗരത്വ ഭേദഗതി പാസ്സാക്കാൻ കഴിയുന്ന? അവർ അഖണ്ഡ ഭാരതത്തിൽ പെട്ടതല്ലേ പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം. അപ്പൊ അങ്ങനെയുള്ള അവിടെ ഉള്ള ആൾക്കാരെ എല്ലാം കുടിയേറിയവരാണെന്ന് എങ്ങനെയാണ് ഇവർക്ക് പറയാൻ കഴിയുക? അവിടെയുള്ള ആളുകൾ കുടിയേറിയതല്ലെന്നേ. അവിടെ നിന്ന് ഇത് അഖണ്ഡ ഭാരതം എന്ന് വെച്ചാൽ അതൊരു കൾച്ചറൽ നാഷണലിസത്തിന്റെ ഭാഗമല്ലേ? കുടിയേറിയത് പക്ഷെ അത് നിർഭാഗ്യവശാൽ ആരാണ് ഇവർ ഹിന്ദു എന്ന് പറഞ്ഞ് ഡെഫിനിറ്റ് ചെയ്യുന്നത്? ആകെ ആരെയാണ് ഇവർ ഹിന്ദു എന്ന് പറഞ്ഞ് ഡെഫിനിറ്റ് ചെയ്യാൻ പോകുന്നത്?
ആരെയാണ് ഇവർ ഹിന്ദു എന്ന് പറഞ്ഞ ഡെഫിനേഷൻ ചെയ്യാൻ പോകുന്നത്? യഥാർത്ഥത്തിൽ ഭാരതത്തിൽ ജനിച്ച എല്ലാ മനുഷ്യരും ഹിന്ദുവാണ് എന്നുള്ള കൾച്ചറല്ലേ ഇവർ പുറത്തേക്ക് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള മുസ്ലിം ആണെങ്കിലും ബുദ്ധനാണെങ്കിലും ജൈനനാണെങ്കിലും എല്ലാം ഹിന്ദു ആചാരപ്രകാരം വരുന്നവരല്ലേ? വിദേശികളല്ലേ നമ്മളെ ഹിന്ദു എന്ന് നാമകരണം പോലും ചെയ്തത്. അപ്പൊ ആരെയാണ് ഇവർ ഹിന്ദു അല്ല എന്ന് പറഞ്ഞ് പുറത്താക്കാൻ സാധിക്കുന്നവർക്ക്? അല്ല, ഇവിടുന്ന് പുറത്തൊന്നും ആക്കാനുള്ളതല്ലല്ലോ. പൗരത്വ നിയമം ആളുകൾക്ക് ഇങ്ങോട്ട് പൗരത്വം നൽകാനുള്ളതല്ലേ? നിങ്ങൾ അത് രണ്ടും കൂടി കൂട്ടി കുഴയ്ക്കാൻ പൗരത്വ ഭേദഗതി ഇപ്പൊ ഇവർ പറയുന്നത് ബംഗ്ലാദേശിലെല്ലാം ഇഷ്ടംപോലെ തന്നെ കുടിയേറി പാർത്തവരുണ്ട്. ആ കുടിയേറി പാർത്തവർക്ക് അങ്ങനെയല്ലെന്നേ. അതായത് ബംഗ്ലാദേശിലും മറ്റു രാജ്യങ്ങളിലും, അതായത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഈ രാജ്യങ്ങളിൽ മതപരമായി ആക്രമണം നേരിടുന്ന ആളുകൾക്ക് ഇന്ത്യയിൽ അഭയം നൽകുക എന്ന രീതിയിലാണ് ഈ നിയമം വരുന്നത്. അപ്പോൾ അവിടെ മതപരമായ അക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്ക് ഇത് നൽകുക എന്നുള്ളതാണ്. അതിൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഇവിടുത്തെ ആളുകളെ പുറത്താക്കുന്നതൊന്നും ഒരു കാര്യവും വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന നാട്ടുരാജ്യങ്ങളെല്ലാം ഒരു കാലത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങളല്ലേ? ബ്രിട്ടീഷ് ഇന്ത്യയിലുണ്ടായിരുന്ന രാജ്യങ്ങളിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ വേണ്ടി തയ്യാറായ അവരെ എതിർക്കാൻ വേണ്ടി ഇവർക്ക് എന്താണ് അധികാരം? അല്ല, അതിന് വേറെ നിയമങ്ങളുണ്ട്. അവർക്ക് ഇങ്ങോട്ട് വരാൻ അവർക്കിപ്പോ ഒരു എന്ത് നിയമങ്ങളാണ്? മനുഷ്യരെന്നുള്ള നിയമങ്ങളല്ല. എല്ലാ മനുഷ്യരും ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു സമയത്ത് അതൊക്കെ നമുക്ക് വളരെ സൈദ്ധാന്തികമായി അങ്ങ് പറയുന്നത് സ്ഥാപിച്ച് അവന്റെ ഗോത്രങ്ങൾ സ്ഥാപിച്ച് അവന്റെ വർഗ്ഗങ്ങൾ സ്ഥാപിച്ച് അവന്റെ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച് ഞാനാണ് ഈ ആചാര അനുഷ്ഠാനങ്ങൾ എന്നെല്ലാം പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഒരു കാലത്ത് വന്നിട്ട് എല്ലാ മതക്കാരും വന്നിട്ട് ഈ ഭൂമി പങ്കുവയ്ക്കാൻ തീരുമാനിച്ചാൽ എങ്ങനെയാണ്? അല്ല, മതമൊന്നും അല്ലെന്ന് ഇവിടുത്തെ കാര്യം. ഇവിടെ നമ്മൾ നിർഭാഗ്യവശാൽ നമ്മളുടെ ഈ ഗോളം തന്നെ പല രാജ്യങ്ങളായി അതിർവരമ്പുകളായി പങ്കിടുകയാണ്. ആ അതിർത്തികളിൽ ആളുകൾ സൈന്യത്തെ നിർത്തുന്നു, മറ്റാളുകൾ ഇങ്ങോട്ട് കടക്കാതിരിക്കാനുള്ള ശ്രമം നടത്തുന്നു. അത് രാജ്യത്തിന്റെ അഖണ്ഡതയെ സംരക്ഷിക്കാനും പരമാധികാരം സംരക്ഷിക്കാനുമാണ്. അതൊക്കെ നമുക്ക് അങ്ങ് പറയുന്നതൊക്കെ വളരെ സൈദ്ധാന്തികമായ ഒരു നിലപാടാണ്. ലോകം ഒരു പക്ഷിക്കൂടായി കാണണമെന്ന്, എല്ലാവർക്കും എല്ലായിടത്തേക്കും പോകാൻ കഴിയുന്നതൊക്കെ നല്ലതല്ലേ? അതേന്നെ, അതൊക്കെ കുടിയേറി വന്നതായിരിക്കാം. പക്ഷേ ഇപ്പൊ അല്ല, അത് കുടിയേറി വന്നതൊക്കെ ആയിരിക്കാം, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുടിയേറി വന്നതായിരിക്കാം. പക്ഷേ ഞാനിപ്പോൾ അമേരിക്കയിൽ ചെന്ന് ഇങ്ങനെ ഞാനും ഒക്കെ അവിടെ നേരത്തെ ഈ ഭൂഖണ്ഡമൊക്കെ ഒന്നായിരുന്നപ്പോൾ ഇവിടെയുള്ള ആളാണെന്ന് പറഞ്ഞ് അവിടെ ചെന്നാൽ അവിടെ സമ്മതിക്കില്ല, ആഫ്രിക്കയിലും സമ്മതിക്കില്ല. മതവും നോക്കുന്നുണ്ടോ? അമേരിക്കയിൽ പോയി പൗരത്വം എടുക്കുന്ന ഒരാൾക്ക് ജാതിയോ മതമോ നോക്കുന്നുണ്ടോ? അവര് ഇവിടെയും പൗരത്വം എടുക്കുന്നതിന് ജാതിയും മതവും നോക്കുന്നില്ല. ഇവിടെയും പൗരത്വം എടുക്കുന്നതിന് ജാതിയും മതവും നോക്കുന്നില്ല. പക്ഷേ മതപരമായ ആക്രമണങ്ങൾ നേരിടുന്നവർക്ക് ചില ഇളവുകൾ നൽകുന്നു. പൗരത്വ ഭേദഗതി ബില്ലെന്നുള്ള ബില്ലിന്റെ തന്നെ ആവശ്യം. ആ ബില്ല് അല്ല, എന്റെ പൊന്നു സുഹൃത്ത്, നിങ്ങൾ എനിക്ക് ഇവിടെയുള്ള പൗരന്മാർക്കല്ലെന്ന് ഇത് മൂന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ കാര്യമാണ് പൗരത്വ ഭേദഗതി ചർച്ച ചെയ്യുന്നത്. ഇവിടെയുള്ള പൗരന്മാരുടെ കാര്യമല്ല. ഇവിടെയുള്ള പൗരന്മാർ ഇവിടുത്തെ പൗരന്മാരാണ്. എനിക്ക് താങ്കൾ ഇതൊന്ന് ചെറുതായെങ്കിലും ഒന്ന് പഠിച്ചതിന് ശേഷം പറയണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ട് ഷോർട്ട് ബ്രേക്ക്. എന്ത് ഭംഗിയുള്ള വന്നത്. പൊതുവേദി തുടരുകയാണ്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു, ശ്രീ ദീപു. നമുക്ക് സമയം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്ത് തോന്നുന്നു? ഇത് തെരഞ്ഞെടുപ്പിന് മുന്നേ വീണ്ടും ഈ വിവാദങ്ങൾ പൊങ്ങി വരുമ്പോൾ എങ്ങനെ വിലയിരുത്തണം അതിനെ? അത് വോട്ടിംഗ് തന്നെയാണ് അതിൻ്റെ അകത്തുള്ളൊരു വിഷയം, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എല്ലാം ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇത് അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ളൂ, ഇങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ളൂ എന്ന് പറയുന്നത് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത് സംഘപരിവാറാണ്. ഈ ബാബറി മസ്ജിദ് പൊളിച്ചു കളഞ്ഞ് അവിടെ അയോധ്യ പൊളിച്ചു കളഞ്ഞത് കുറ്റം, അത് ചെയ്തവര് കുറ്റക്കാര് എല്ലാം പറഞ്ഞിട്ട് അവസാനം പിന്നെ ഒരു വിഭാഗത്തിന് മാത്രം ആ ഭൂമിയെ എടുത്തു വെച്ച് കൊടുത്തിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അത് എന്ത് വിധി എന്ന് പറഞ്ഞാലും ആ വിധി പറഞ്ഞ ആള് ഇവിടെ എവിടേക്കാണ് പോയതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഇവിടെ കുറെ വർഗീയവാദികൾ വന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പിന്നെ മറ്റവരെ കൊന്നു, അതുകൊണ്ട് അവര് വർഗീയവാദി. ഇവിടെ ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വർഗീയവാദം നടത്തിയത് സംഘപരിവാർ അല്ലേ? മഹാത്മാഗാന്ധിജിയുടെ കൊലപാതകം വെടിവെച്ചാ കൊന്നത്. മഹാത്മാഗാന്ധി ചുമ്മാ അങ്ങ് ഓട്ടോമുട്ടി മരിക്കുകയായിരുന്നു എന്നാണ് ഒരു സംഘപരിവാറുകാരൻ ചാനൽ ചർച്ചയിൽ വന്ന് പറഞ്ഞത്. അതുപോലാണോ? അങ്ങനെ മരിച്ചതല്ല, കൊന്നതാണ്. സംഘപരിവാർ കൊന്നതാണ്. ആദ്യത്തെ തീവ്രവാദം അവരാണ്. ആ തീവ്രവാദികളാണ് ഇന്നിരുന്ന് പറയുന്നത് മറ്റേവര് തീവ്രവാദികളാണ്, മറിച്ചവര് തീവ്രവാദികളാണ്. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നവരുടെ ജാതി അന്വേഷിക്കും, മതം അന്വേഷിക്കും. അവിടെ ആരാണിത് തീരുമാനിക്കാൻ പോകുന്നത്? ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കി സംഘപരിവാർ ബെസ്റ്റ്. എന്നിട്ടാണ് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് സംഘപരിവാർ അങ്ങനെയാണ്. ഇതെല്ലാം കൃത്യമായും ഇവരെവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് വളരെ വ്യക്തമായി അറിയാം. സമയപരിമിതി കൊണ്ടാണ് ഏതാണ്ട് അവസാനിക്കാറായി. അജയ്കുമാർ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു ഈ പുതിയ വിവാദങ്ങളെ?
അല്ല, നമ്മൾ ഇതിന്റെ ചർച്ച കുറച്ച് കേട്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് മനസ്സിലാകും നമ്മൾ ചർച്ച ചെയ്ത UCC ആണ് NRC ആണെന്നൊരു സംശയം. യൂണിഫോം സിവിൽ കോഡിനകത്തിൽ വെളിയിൽ നിന്ന് വരുന്നവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നു എന്നും പറഞ്ഞിട്ടില്ല. ഈ രാജ്യത്തെ നിയമങ്ങൾ എല്ലാ മതത്തിൽപ്പെട്ടവർക്കും ഒരേ നിയമം, അതാണ് യൂണിഫോം സിവിൽ കോഡ്. പിന്നെ CAA ആണ് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്, അത് വേറെ സംഭവമാണ്. അതല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അല്ല, രണ്ടും വരുന്നു. രണ്ട് വിഷയങ്ങളും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കുന്നതിനെ കുറിച്ചാണ്. പൗരത്വ ഭേദഗതിയാണ് 7 ദിവസത്തിനകം നടപ്പിലാക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞത്. ഞാൻ കേട്ടത് UCC മാത്രം നടപ്പിലാക്കുന്നതായിട്ടാണ് ഞാൻ കേട്ടത്. എന്റെ അറിവും അതാണ്. അതെ, പൗരത്വ ഭേദഗതി പെട്ടെന്ന് നടപ്പിലാക്കും. UCC എനിക്ക് തോന്നുന്നു കുറെ കൂടി സമയം എടുക്കുകയായിരിക്കും. അല്ല, പൗരത്വ ഭേദഗതി നടപ്പാക്കുന്നതിൽ എന്താണ് കുഴപ്പം? കാരണം പാകിസ്ഥാനിൽ നിന്ന് ഒരു മുസ്ലിം, പേരെടുത്ത് തന്നെ പറയാം, പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ഒരു മുസ്ലിം ഇവിടെ വരുമ്പോൾ എന്തിനാണ് അദ്ദേഹത്തിന് നമ്മൾ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത്? അവിടെ നിന്ന് വരുന്ന മൈനോറിറ്റി, പ്രോസിക്യൂഷൻ അനുഭവിക്കുന്ന മൈനോറിറ്റീസ് ഇവിടെ വരുമ്പോൾ അവരെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ക്രിസ്ത്യനായാലും ഹിന്ദുക്കളായാലും. ഒരു മുസ്ലിം അവിടുന്ന് എന്തിനിവിടെ വരണം? അയാൾക്ക് അവിടെ എന്ത് റിലീജിയസ് പ്രോസിക്യൂഷൻ അനുഭവിക്കുന്നു? അപ്പോൾ വിഷയം ഏതെങ്കിലും രാഷ്ട്രീയ അഭയമാണെങ്കിൽ അത് വേറെ സംഭവം. സമയം കുറവായത് കൊണ്ടാണ്. കുമാരൻ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ കുമാരൻ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? സാറ് നാദാപുരത്ത് വിളിക്കുവാണേ. പറയൂ. അതായത് നമ്മളെ ഒരു പ്രത്യേക മതത്തിൽ രാജ്യമാണല്ലോ നമ്മുടെ നാട്. ഇത് എനിക്കൊന്ന് പെട്ടെന്ന് പറയൂ. എല്ലാ മതസ്ഥർക്കും തുല്യ അവകാശമുള്ള നാടാണല്ലോ നമ്മുടെ നാട്. അതെ. ഒരു മതസ്ഥർക്കും പ്രത്യേക അധികാരമോ പ്രത്യേക പരിഗണനയോ ഇല്ലാത്ത തുല്യമായ നാടാണ് നമ്മളത്. അതുകൊണ്ട് തന്നെ ഏത് പൗരത്വ ബില്ല് അവതരിപ്പിച്ചാലും എല്ലാ മതസ്ഥർക്കും തുല്യ അവകാശത്തോടെ തുല്യ ഭേദങ്ങളോടെ എല്ലാവരും പൗരത്വം കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്, വളരെ വ്യക്തമാണ്. സമയക്കുറവ് കൊണ്ടാണ്. ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും ചർച്ചയ്ക്ക് വെച്ചിരുന്നു. ഇത്തരം നിയമങ്ങൾ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാൻ സർക്കാർ തുനിയുമ്പോൾ അത് സാധ്യമാണോ എന്നതാണ് ഞങ്ങൾ പ്രേക്ഷകരോട് ചോദിച്ചത്. അതിൽ 71% ആളുകളും പൗരത്വ നിയമവും അതുപോലെ അതായത് CAAയും UCCയും തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പിലാക്കും എന്ന് വ്യക്തമാക്കുന്നു. അതേസമയം 29% ആളുകൾ അത് കഴിയില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി. ഈ പരിപാടി നിങ്ങൾ